ഇതിലാരാ? CI അവിനാശിന്റെ സഹോദരി. ഞാനാ. നീയും കൂടെ ചേർന്നാണോടി അവിനാശിനെ കൊന്നത്? എനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അയാളെ കൊന്നാനെ. പക്ഷെ അതിനു മുന്നേ ആരോ അയാളെ തീർത്തു കളഞ്ഞു. ഷട്ട് അപ്പ്. ഇതാണോടി രക്തബന്ധം? അവിനാഷ് നിന്റെ സഹോദരനായിരുന്നു. ആയിരുന്നു. പക്ഷെ എന്റെ ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അയാളെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ആട്ടെ, നീ പറ, അയാൾ എന്തു ദ്രോഹോ നിന്നോടും DKയോടും ചെയ്തത്? 3 വട്ടം ആ സൂര്യയെ കൊല്ലാൻ നോക്കിയത്, 1 വട്ടം ജ്യോതിയെ കൊല്ലാൻ നോക്കി. മിണ്ടാതിരിയടി. ആരാടി നീ? ദേ, അടക്കി വെച്ചോണം നിന്റെ ഈ നാവ്, ഇല്ലെങ്കിൽ പിഴുതെടുക്കും ഞാനത്. എന്താടി നിന്റെ പേര്? മായ. അപ്പൊ നീയാണ് DKയുടെ മൂത്ത മരുമകൾ? അതെ, അത് അഭിമാനമായിട്ടാ ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടുള്ളത്. മാഡം വിചാരിക്കുന്നത് പോലെ വിശുദ്ധനൊന്നുമല്ല അവിനാഷ്. ജ്യോതിയുടെ അനിയത്തിയെ കെട്ടാൻ സ്വന്തം ഭാര്യയെ അമരാവതിയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയവനാ. അതിനവൻ മാത്രമാണോടി കുറ്റക്കാരൻ? കല്യാണം കഴിച്ചതാണെന്ന് അറിഞ്ഞിട്ടും അവനെ കേറി പ്രേമിക്കാൻ പോയ ഇവളുടെ അനിയത്തിയും കുറ്റക്കാരി തന്നെയാ. നിന്റെ പേരെന്താടി? താര. ഇതിൽ നിന്റെ പങ്കെന്താ? നീയും കൂടെ ചേർന്നാണോ അവിനാശിനെ കൊല്ലാനുള്ള പ്ലാൻ തയ്യാറാക്കിയത്? അയ്യോ, ഞാനോ? ഇല്ല. നിങ്ങൾക്ക് DKയെ കുറിച്ച് എന്തറിയാം? എനിക്കറിയാവുന്നതുപോലെ അവനെ മറ്റാർക്കും അറിയില്ല. അവന്റെ പ്ലാനിംഗ് നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് പോലും അപ്പുറത്തായിരിക്കും. അവന്റെ ശത്രുക്കളിൽ ഞാനല്ലാതെ ഒരാള് പോലും ഇപ്പോ ജീവനോടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 100, കൊള്ളുമ്പോൾ അത് കോടിയായിരിക്കും. നിമിഷ നേരം മതി അവന് ശത്രുവിനെ തറ പറ്റിക്കാൻ. അത്രയ്ക്ക് ഭീകരനാണോ നിങ്ങളുടെ ഈ DK? അവനോട് എതിർക്കാൻ ഇറങ്ങുമ്പോ സൂക്ഷിക്കണമെന്ന് പറയണം നിങ്ങളുടെ വിഘ്നേഷ് സാറിനോട്. സ്നേഹത്തിന് മുന്നിലല്ലാതെ ഒരിടത്തും അവൻ തോറ്റുകൊടുത്തിട്ടില്ല. ഒരു MP കല്യാണം കഴിക്കാൻ തീരുമാനിച്ച പെണ്ണായിരുന്നിട്ടും താലി കെട്ടുന്നതിന് മുൻപ് അവളെ അവൻ തട്ടിക്കൊണ്ടുപോയില്ലേ? അതാണ് അവന്റെ ചങ്കൂറ്റം. അവനെ ഇല്ലാതാക്കേണ്ടത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ. അങ്ങനെ ഒരു പ്ലാനാണ് വിഘ്നേഷ് സാറിന്റെ മനസ്സിലും. അതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഓക്കെ, പറയേ, എന്താ നിങ്ങളുടെ പ്ലാൻ? ഇത് തകർക്കും. ഇതിലവൻ വീഴും. അമരാവതിയുടെ അടിവേരിളകും. ഈ പ്ലാൻ നടപ്പാക്കാൻ ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും. ഹലോ മൈ ഡിയർ സൺ ആൻഡ് ബേട്ടീസ്, എന്താ ഇത്ര ലാഫിംഗ്? ടെൽ മീ, ഞാൻ കൂടെ ഒന്ന് ഹാപ്പി ആവട്ടെ. ആ AC യുടെ മുന്നിൽ നിന്നപ്പോഴേ ഏട്ടൻ പേടിച്ചു പോയെന്ന് പറയായിരുന്നു. അങ്ങനെ ആര് പറഞ്ഞു? ദേ അമ്മേ, ഞാനങ്ങനെ പേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ പേടിച്ച ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോഴും അതിന്റെ വിറയില് മാറിയിട്ടില്ല. ദേ നോക്കി. നോ ബേട്ടി, നീ പേടിക്കണ്ട. അയ്യോ അമ്മേ, എനിക്ക് പേടിയൊന്നുമില്ല. അല്ലെങ്കിലും അവരെ ആരാ പേടിക്കാൻ പോകുന്നേ? ഈ ഹിറ്റ്ലറെ കണ്ട് പേടിച്ചിട്ടില്ല, പിന്നെ ആ ACP. പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നു. DKയുടെ സൈന്യം, DK വളർത്തി വലുതാക്കിയ മക്കൾ, ബാലു, കൊല്ലപ്പെട്ട CI അവിനാഷിന്റെ സഹോദരിയുടെ ഭർത്താവ്, അല്ലേ? അതെ. നീയും കൂടെ ചേർന്നാണോ അവിനാഷിനെ ഇല്ലാതാക്കിയത്? ഞങ്ങൾ ആരും അയാളെ ഒന്നും ചെയ്തിട്ടില്ല മാഡം. കല്യാണം നടക്കുന്നിടത്തേക്ക് അവൻ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ അയാളെ തടഞ്ഞേനെ. പക്ഷേ അയാൾ വന്നില്ല. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അപ്പൊ തന്നെ പോരുകയും ചെയ്തു.
അവിനാശ് മരിച്ച കാര്യം പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. കൊള്ളാം, ഒന്നും അറിയാത്ത പാവങ്ങൾ. ദേ, അഭിനയം എന്റെ മുന്നിൽ വേണ്ട. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. ഇല്ലെങ്കിൽ ഇവിടുന്ന് നേരെ ജയിലിലേക്ക് പോകാം. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളിൽ ഒരാൾക്ക് ആ കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 3 പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. എന്ത് കാര്യമായാലും അത് ഞങ്ങൾ 3 പേരെ ഒന്നിച്ച് ആലോചിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. ഇതും അങ്ങനെ തന്നെയാണ് മാഡം. യുവമാരുടെ അഹങ്കാരം കണ്ടില്ലേ മാഡം? അഹങ്കാരം അല്ല മാഡം, ഞങ്ങൾ പറഞ്ഞ സത്യമാണ്. DK പറഞ്ഞു പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണല്ലേ. സംശയത്തിന്റെ പേരിൽ 3 എണ്ണത്തിനെ വേണമെങ്കിൽ ലോക്കപ്പിലിടാം, ചോദ്യം ചെയ്യാം, ഇഞ്ച ചതയ്ക്കും പോലെ ചതയ്ക്കാം. പക്ഷേ അതല്ല എന്റെ രീതി. നിങ്ങളാണ് അവിനാശിനെ കൊന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അന്ന് അവിനാശ് കൊല്ലപ്പെടുമെന്ന് നിങ്ങളിൽ ഒരാൾക്ക് അറിയാമായിരുന്നു. എനിക്കറിയേണ്ടത്. മൈനിറ്റിൽ കണ്ണ, ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ ഈ മദർ എന്ത് ചെയ്യും? വാട്ട് ഐ ഡു? എന്റെ കുഞ്ഞിനെ ജയിലിൽ അടയ്ക്കാനാണോ നിന്റെ പ്ലാന്? അത് ഞാൻ സമ്മതിക്കില്ല. കാരാഗ്രഹത്തിൽ ജനിച്ചവനല്ലേ നീ? നിന്റെ മദറും ഫാദറും കാരാഗ്രഹത്തിൽ കിടന്നതിന്റെ വേദന അറിയാവുന്ന ആളല്ലേ കണ്ണാ നീ? കംസനേക്കാൾ ഭയങ്കരനായ ഒരുത്തൻ. അവൻ എങ്ങനെയോ ഡൈ ആയി. അതിന് എന്റെ ചിൽഡ്രൻസ് എന്തു വേണം? ആ പോലീസുകാരി എന്റെ പിള്ളേരെ ഭീഷണിപ്പെടുത്തി. ഇനി എന്നെയും കൊണ്ട് ഭീഷണിപ്പെടുത്തി ലോക്കപ്പിലിടുവോ? മൈ സ്മോൾ കണ്ണ, കുരുക്ഷേത്ര വാറിൽ അർജുനന്റെ പൈലറ്റ് നീയല്ലായിരുന്നു? നീ പറഞ്ഞിട്ടല്ലേ ദുഷ്ടന്മാരെയെല്ലാം അർജുനൻ കൊന്നൊടുക്കിയത്? എന്റെ മക്കള് ആരെയും കൊന്നിട്ടില്ലെന്ന് നിനക്കറിയില്ലേ കണ്ണ? ദേ, അവര് ജയിലിൽ പോവാതെ നീ വേണം നോക്കാൻ. മുരളീധര, കാർവർണ്ണ, ഗോവർദ്ധനഗിരി അമ്പർലയാക്കി മ്യാജിക്ക് കാണിച്ചവനെ, പ്ലീസ് ഹെൽപ്പ് മീ. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ. ഇതൊക്കെ പോലീസിന്റെ ഒരു രീതിയാണ്. അവര് ഭയപ്പെടുത്തും. ഓരോ കാര്യങ്ങളും പല വഴിക്ക് ചെകഞ്ഞ് അന്വേഷിക്കും. പ്രിയയുടെ അച്ഛൻ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോ ആർക്കും ഒരു സമാധാനം കൊടുത്തിട്ടില്ല. മരിച്ചപ്പോഴും അവനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മളെല്ലാം അനുഭവിക്കുക. സത്യത്തിൽ അവിനാശിന്റെ മരണത്തിൽ ഒരു വല്ലാത്ത ദുരൂഹതയുണ്ട്. കാറി വന്നാലും പാർക്കിങ്ങിൽ നിന്ന് കല്യാണ മണ്ഡപം വരെ വടി കുത്തിയെ നടന്നു വരാൻ പറ്റൂന്ന് അവനറിയാം. എന്നിട്ടും അവൻ വന്നു. ജയപ്രകാശ് പറഞ്ഞു തന്നെയാ എന്റെ മനസ്സിൽ ഉയരുന്ന ചോദ്യം. കല്യാണ മണ്ഡപത്തിലേക്ക് അവൻ വരുമെന്ന് നമ്മളെല്ലാം ഭയപ്പെട്ടിരുന്നു. പക്ഷെ വന്നില്ല. എന്നാൽ സ്വന്തം മരണം കൊണ്ട് അവൻ നമ്മളെയെല്ലാം വീണ്ടും കുരുക്കിലാക്കി. നമ്മൾ ആരും അറിയാത്ത എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അതെ, ആ കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോകുന്ന കാര്യത്തിൽ നീ ഒരു തീരുമാനം പറഞ്ഞില്ല? അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുകയും വേണ്ട. ഇടോ, തനിക്ക് കുഴപ്പമുണ്ടായതുകൊണ്ടല്ല ഞാനീ പറയുന്നത്. ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് മുതൽ മനസ്സിന്റെ സമാധാനം പോയി. ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് നടത്തി നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പായാൽ മാത്രമേ എനിക്കൊരു സമാധാനാവൂ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. തൽക്കാലം ഒന്നും വേണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാ ഞാൻ ഏട്ടനോട് ഒന്ന് പറഞ്ഞോളാം. അപ്പൊ പോയി നമുക്ക് ചെക്കപ്പ് ചെയ്യാം. ദേ, ഇനി ഇതിനെപ്പറ്റി എന്നോടൊന്നും മിണ്ടിപ്പോരുത് കേട്ടോ കുശിനിക്കാരാ. മനസ്സറിയില്ലാത്ത ബേക്കറിക്കാരി. നിന്നെയല്ല പറയേണ്ടത്, നിന്റെ. എന്താ നിർത്തി കളഞ്ഞേ? എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്തി വഴി? അയാളാ നിന്നെ വളർത്തി വഷളാക്കിയത്. നീ നിന്നെ തോന്നിയ പോലെ ചെയ്തോ. അനുഭവിക്കാൻ ബാക്കിയുള്ളവരോട് ഉണ്ടല്ലോ.
താണിതങ്ങോട്ട് രാവിലെ എനിക്കേ ഒന്ന് ക്ഷേത്രം വരെ പോണം. 2 ദിവസമായിട്ട് ആകെ ഒരു സ്വസ്ഥതക്കേട്. എനിക്കൊന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം, വഴിപാടുകൾ നടത്തണം. എന്നാ പിന്നെ ഞാനും വരാം. ഏട്ടൻ ഇനിയിപ്പോ റെഡിയായി വരാനൊക്കെ ഒരുപാട് ലേറ്റ് ആവില്ലേ? ഞാനിപ്പോ റെഡിയായി കഴിഞ്ഞല്ലോ. പിന്നെ ശീവേലി കഴിഞ്ഞ് നട തുറക്കാൻ സമയമായി. അതിനു മുമ്പേ എനിക്കങ്ങ് എത്തണം. എന്നാ പിന്നെ അമ്മയുമായോ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകും. ഓ, അതൊന്നും വേണ്ട ഏട്ടാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. പിന്നെ പറഞ്ഞ് എന്നെ ഒരു മഹാരോഗിയാക്കല്ലേ. അമ്മ കൂടെ വന്നാലേ അനങ്ങാൻ പോലും സമ്മതിക്കില്ല. അല്പ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഞാൻ നടന്ന് തന്നെ പോയിട്ട് വരാം. നടന്നോ? വേണ്ട വേണ്ട, നമ്മുടെ അർജുനെ കൂടെ കൂട്ടി വണ്ടി പോയാ മതി. അതൊന്നും വേണ്ട ഏട്ടാ, ഞാൻ നടന്ന് തന്നെ പൊയ്ക്കോളാം. അല്പം നടക്കുന്നതേ ആരോഗ്യത്തിന് മാത്രമല്ല മനസ്സിനും നല്ലതാ. എന്നാലും വയ്യാതിരിക്കുമ്പോ ഏട്ടനിനി ഒന്നും പറയണ്ട. ഏട്ടൻ കുളിച്ച് ഓഫീസിൽ പോയി റെഡി ആവുമ്പോഴേക്കും ഞാൻ പടയേ നിങ്ങെത്തില്ലേ? എന്നാലും ഒറ്റയ്ക്ക്. അതെന്താ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയാ? കുറച്ചു നേരം എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ധ്യാനത്തിലിരിക്കാനാ. ഇനി അങ്ങോട്ട് ഒരുപാട് കാലം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കേണ്ടതല്ലേ? അതിന് ഈശ്വരന്റെ സഹായം കൂടിയേ തീരും. അതിനുവേണ്ടി നന്നായി ധ്യാനിക്കണം. അതെ, ഞാനും ഈശ്വരനും തമ്മിലുള്ള ഒരു കരാറാ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് വരാന്നേ. ലോകത്ത് സ്ത്രീകളില്ലാതെ ഒന്നും നടക്കില്ല. എന്റെ പൊന്നമ്മേ, അമ്മ എന്താ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് എനിക്ക് ക്ലാസ് എടുക്കുകയാണോ? എടുക്കും. സ്ത്രീകൾ ആരാണെന്ന് നിനക്ക് അറിയില്ലെങ്കിലേ നിന്നെ ക്ലാസ് എടുത്ത് ഞാൻ സ്റ്റഡി ചെയ്യിപ്പിക്കും. മൈസൺ, നിന്റെ വൈഫ് ഒറ്റയ്ക്ക് പോകാൻ നീ സമ്മതിക്കരുതായിരുന്നു. ഒരു ഭാര്യയുടെ സംരക്ഷണമാണ് ഒരു ഹസ്ബൻഡിന്റെ ചുമതല. സ്ത്രീകൾ ഭയങ്കര ശക്തരാണെന്ന് അമ്മ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇത്രയ്ക്ക് ശക്തിയുള്ളവരെ ആരെ പേടിക്കാനാ? സ്വന്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്തൂടെ? നോ മൈസൺ, യു മിസ്റ്റേക്ക് ഹിം. ഒരു മിസ്റ്റേക്കും ഇല്ല. ഞാൻ കൂടെ ചെല്ലാമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവളാ സമ്മതിക്കായിരുന്നത്. അമ്മയുടെ മരുമോള് ചെയ്ത കുറ്റത്തിന് വെറുതെ എന്നെ വഴക്ക് പറയരുത്. മരുമോള് വരുമ്പോ നേരിട്ടങ്ങ് ചോദിച്ചാ മതി. എടാ കണ്ണ, അവക്ക് നല്ല പേടിയുണ്ടാ. എന്തിന്? ആ പോലീസില്ലേ നിന്നെ പിടിച്ച് ജയിലിലിടുവോന്ന്. എന്താടേ? അടങ്ങിയിരിക്കണേ അവിടെ. ഇതഴിക്കാണോ? എനിക്കിത്തിരി വെള്ളം തായോ. ഓ നാശം. എനിക്ക് വെള്ളം തായിക്കുന്നേ. കൈയഴിച്ചു വിടാതെ ഞാനെങ്ങനെ വെള്ളം കുടിക്കാനാ? ഞാൻ മുതുകാടിന്റെ ശിക്ഷയൊന്നുമല്ല. താനൊന്ന് അഴിച്ചിട്, എന്നാലേ വെള്ളം കുടിക്കാൻ പറ്റൂ. പറഞ്ഞു കേട്ടില്ലേ, കൈ അഴിച്ചു വിടാൻ. അഴിക്കല്ലേ, ഇതൊക്കെ അവളുടെ നമ്പറാ. ನಮಸ್ಕಾರ. ಸೌಖ್ಯನೇನಾ ಜ್ಯೋತಿಮಾ? ಮನೆಯಲ್ಲಿ ಎಲ್ಲರೂ ಚೆನ್ನಾಗಿದ್ದಾರಾ? ಓ, ನಿನಗೆ ಕನ್ನಡ ಗೊತ್ತಿಲ್ವಾ? ಸರಿ ಸರಿ, ನಾನು ನಿಮ್ಮದಿಗೆ ಮಲಯಾಳಂನಲ್ಲಿ ಮಾತನಾಡುತ್ತೇನೆ. മനസ്സിലായില്ലല്ലേ? എന്നെ ജ്യോതിക്ക് തീരെ മനസ്സിലായില്ല. ജ്യോതിക്ക് കന്നഡ അറിയില്ലെങ്കിലും എനിക്ക് മലയാളം നല്ല പച്ച വെള്ളം പോലെ അറിയാം. ഐ ആം വിഘ്നേഷ്.
MP വിഘ്നേഷ്. എന്തിനാണാവോ MP ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ಚೆನ್ನಾಗಿದೆ, ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. തുമ്പയല്ല തുളസി. മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറ മാഷേ. ജ്യോതിമ, ഞാൻ നിന്നെ കാണാൻ വന്നത് നിന്റെ തമാശ കേൾക്കാനല്ല, നിന്റെ DK കൊല്ലാനാ. അവൻ എന്നോടൊരു നെറുകേട് കാണിച്ചു. ഒരുപാട് ആളുകളുടെ മുന്നിൽ എന്നെ മാനം കെടുത്തി. അവൻ മാത്രമല്ല, അതിൽ നീയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഫലം നീയും കൂടി അനുഭവിക്കണം. എന്റെ കൃഷ്ണ. മോളെ, നീ എവിടെയായിരുന്നു? എന്ത് പറ്റി പേടി? എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? അമ്മ എന്താ ചോദിച്ചേ? ഇതായിപ്പോ നന്നായത്. നീ അമ്പലത്തിൽ പോയിട്ട് വന്നാണോ അതോ വേറെ വല്ലയിടത്തും പോയതാണോ? അല്ല, ഞാൻ അമ്പലത്തിൽ തന്നെ പോയതാ. ആണോ? കണ്ടിട്ട് പേടിച്ച് ടെൻഷൻ അടിച്ച പോലെ ഉണ്ടല്ലോ. ടെൻഷനോ? എനിക്ക് ടെൻഷനൊന്നുമില്ല. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, നീ ഇത്രയും നേരം താമസിച്ചത് എന്താ? മോളെ, നിനക്ക് പോയപ്പോ അമ്മയെ കൂടി വിളിക്കാൻ മേലായിരുന്നു. അമ്മ ഞാൻ വിളിക്കണം ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഒറ്റയ്ക്ക് പോയേക്കാണ്. ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? അമ്മ മരിച്ചതിന്റെ ഓർമ്മ ദിവസം. അയ്യോ, സോറി ബേട്ടി, അമ്മ ഇത് അറിഞ്ഞില്ല കേട്ടോ. നീ അകത്തേക്ക് ചെല്ലേ. അതേ, ഇത്ര നേരം നിന്നെ കാണാത്തന്നെ അവൻ പിണങ്ങിയിരിക്കുക. ചെല്ലേ. പാവം കൊച്ച്. അമ്മയുടെ ആത്മാവിന് പ്രാർത്ഥിക്കാൻ പോയിട്ട് ഞാൻ അവളെ വെറുതെ വഴക്ക് പറഞ്ഞു. എന്റെ കൃഷ്ണ. എന്തിനാ സാറേ ഇങ്ങനെ മുറി മുഴുവൻ വലിച്ചു വരിയിടുന്നേ? എന്റെ മോൾ ആരെയും കൊന്നിട്ടില്ല. ആരാ കൊന്നതെന്നാ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അതെ, ആ അവിനാശിനെ കൊല്ലാൻ നീ മകളുടെ കയ്യിൽ ഏൽപ്പിച്ച വിഷം എവിടുന്നാടി? അയ്യോ സാർ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ വിഷം കൊടുത്തയച്ചെന്നോ? ദൈവദോഷം പറയല്ലേ സാറേ. സത്യം പറഞ്ഞില്ലെങ്കിലേ ഞങ്ങളങ്ങ് കൊണ്ടുപോകും. എന്നെ അറിയാലോ, നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും. സാർ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും പറയാനില്ല സാറേ. അവൻ ചാവേണ്ടവനാ. അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു സാറേ. ഈ കുടുംബത്തെ മുഴുവൻ ചക്രശ്വാസം വലിപ്പിച്ചവനവൻ. പരമ ദുഷ്ടൻ. എന്തായാലും ഒറ്റയ്ക്ക് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. പറയടോ, അവിനാശിനെ കൊല്ലാൻ നിങ്ങളെ ആരാ സഹായിച്ചത്? ഇല്ല സാറേ, ഞാനല്ല. എന്നെ ആരും സഹായിച്ചിട്ടില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയത്തില്ല. സ്റ്റോപ്പ് ഇറ്റ്. കള്ളം പറഞ്ഞ് കടിച്ചു തൂങ്ങാൻ നോക്കണ്ട. കല്യാണത്തിന്റെ ദിവസം അവിനാശ് നിങ്ങളും തമ്മിൽ കണ്ടിരുന്നില്ലേ? ഇല്ല, കണ്ടില്ല. ഉറപ്പാണോ? ഉറപ്പാ സാറേ, കണ്ടിട്ടില്ല. താൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ സുധാകരൻ നായരെ. ആ കല്യാണത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ വിലയിരുത്തി, ഇഞ്ചോടിഞ്ച് പരിശോധിച്ചു. കുറച്ചു സമയം നിങ്ങൾ മണ്ഡപത്തിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നു. ഒരു 5 മിനിറ്റിലധികം സമയം. അത്രയും സമയം നിങ്ങൾ എവിടെയായിരുന്നു? പറയണം, മര്യാദയ്ക്ക് പറയടോ. ഈ മുറിയിൽ വെച്ചാണോ നീയും മകളും കൂടി അവിനാശിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത്? സാർ എന്തൊക്കെയാ പറയുന്നേ? എവിടുന്നാ നിങ്ങളെ വിഷം വാങ്ങിയേ? സത്യം പറയടി, എവിടെന്നാ ആ വിഷം വാങ്ങിയതെന്ന്? സത്യം പറഞ്ഞില്ലെങ്കിലേ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. സാറേ, ഞാൻ പറഞ്ഞത് സത്യം. വാ, നടക്ക്. എന്നിട്ട് അവര് പോയോ?
ശരി, പേടിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഇല്ല, അങ്കിളിനെ ഞാൻ വിളിച്ചോളാം. ശരി. ജയപ്രകാശ വിളിച്ചത്. തന്റെ അച്ഛനെ ചോദ്യം ചെയ്യാൻ അവര് വീണ്ടും സരോവരത്തിൽ വന്നു. എന്നിട്ട് അവര് വന്നിട്ട് എന്തൊക്കെയോ ചോദിച്ചിട്ട് പോയിന്ന്. ഭീഷണിപ്പെടുത്തൽ തന്നെയായിരുന്നു എന്നാ ജയപ്രകാശ് പറഞ്ഞത്. അവർക്കിപ്പോ ആരെങ്കിലും ഒരാളെ കൊലയാളിയായി മുദ്രകുത്തണം. സർവീസിലുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിട്ട് ഇതിപ്പോ ദിവസം എത്രയായി? മോളിന്ന് നല്ല പ്രഷർ കാണും. നമുക്ക് അച്ഛനൊന്ന് വിളിച്ചാലോ? ഏയ് വേണ്ട, നമ്മളോട് തൽക്കാലം ഇതിനെ കുറിച്ച് പറയണമെന്നാ അച്ഛൻ ജയപ്രകാശിനോട് പറഞ്ഞത്. അല്ല, പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തു പറഞ്ഞു തന്റെ ദൈവം? എന്താടോ, തനിക്ക് എന്തു പറ്റി? നല്ല ക്ഷീണമുണ്ടല്ലോ. ഏട്ടനത് ചുമ തോന്നുന്നതാ. നമ്മള് രക്ഷപ്പെടുവോ? എന്താ? അല്ല, ഈ കേസിൽ നമ്മളെ ആരെങ്കിലും പെടുത്താനാണല്ലോ ആ ACPയുടെ ശ്രമം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയും തന്റെ ദൈവം പറഞ്ഞു തന്നോന്ന്. അതെ, നമുക്ക് വേണമെങ്കിലേ വൈകിട്ടൊന്ന് പുറത്തു പോവാം. എന്തു പറയുന്നു? പിന്നെ ജയപ്രകാശ് പറഞ്ഞ കാര്യം തൽക്കാലം താൻ അച്ഛനെ വിളിച്ച് ചോദിക്കണ്ട. നമുക്ക് വൈകിട്ട് പോകുന്ന വഴിക്ക് വേണമെങ്കിൽ വീട്ടിലൊന്നും കയറാം. ഇറങ്ങട്ടെ, താൻ റെസ്റ്റ് എടുക്ക. പ്രിയ അല്ലേ? അതെ. അവിനാഷ് എങ്ങനെ മരിച്ചു, ആര് കൊന്നുവെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ആ കൊലയാളി ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ഒരാളെ കൊല്ലാൻ മറ്റൊരാളെ തീരുമാനിച്ചാൽ കൊല്ലാൻ തീരുമാനിച്ച ആളിനെ കൊടുക്കാൻ എവിടെയെങ്കിലും ഒരു തെളിവ് ദൈവവും തീരുമാനിക്കും. അതാണ് കോസ്മിക് ലോ. തെളിവുകളൊന്നുമില്ല എന്ന് പറയുന്ന കേസിൽ പോലും അന്വേഷകന് പോകാനുള്ള വഴിയിൽ ഒരു ചെറിയ വെളിച്ചം ദൈവം തന്നെ വെക്കും. അത്തരം ചില തെളിവുകൾ അവിനാഷിന്റെ കേസിലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് വിരൽ ചൂണ്ടുന്നത് പ്രിയയ്ക്ക് നേരെയാണ്. പ്രിയയും അവിനാഷിന്റെ ആദ്യ ഭാര്യ സൂര്യയും തമ്മിൽ ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണല്ലേ? എന്നിട്ട് സൂര്യ ഇപ്പൊ എവിടെ? അറിയില്ല അല്ലേ? ഷീസ് അബ്സ്കൗണ്ടിങ്. അവളെ കാണാതായിട്ട് ദിവസങ്ങളായി. കല്യാണത്തിന് തലേ ദിവസം സൂര്യ പ്രിയയെ കാണാൻ വന്നിരുന്നല്ലേ? വന്നിരുന്നു. എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? പറയൂ, എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? സത്യം പറയടി. അവിനാഷിനെ കൊല്ലാനുള്ള പദ്ധതിയല്ലേ നിങ്ങൾ സംസാരിച്ചത്? അല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും സംസാരിച്ചില്ല. കള്ളം പറയുന്നോടി. ഇനിയും ഇതുപോലെ തല്ല് കിട്ടണമെങ്കിലേ സത്യം പറഞ്ഞേക്കെ. നീയും അവിനാഷും തമ്മിലുള്ള ബന്ധവും ശത്രുതയും എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞങ്ങൾ നിന്നോട് സംസാരിക്കുന്നു. നീയല്ലേടി സൂര്യയുടെ കയ്യിൽ വിഷം കൊടുത്തയച്ചത്? അല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതോ സൂര്യ നിന്റെ കയ്യിൽ വിഷം തന്നയക്കാണോ ചെയ്തത്? എവിടെ വെച്ചാ വിഷം മദ്യത്തിൽ കലർത്തിയത്? കാറിൽ വെച്ചോ അതോ അവിനാഷിന്റെ വീട്ടിൽ വെച്ചോ? ഇല്ല, പക്ഷെ ഞാൻ സൂര്യ വിളിച്ചിരുന്നു. എന്നിട്ട്? സൂര്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് ഇതുവരെ സൂര്യ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോ സൂര്യ തന്നെയാണോ മദ്യത്തിൽ വിഷം കലർത്തിയത്? അതൊന്നും എനിക്ക് അറിയില്ല മാഡം. ഇനി സൂര്യ നിന്നെ എപ്പോ വിളിച്ചാലും അപ്പൊ തന്നെ ഞങ്ങളെ വിവരം അറിയിക്കണം. ശരി മാഡം. ഈ പറഞ്ഞതിന് എന്തെങ്കിലും മാറ്റം വന്നാ ദേ, നിന്റെ ഭർത്താവ് വക്കീല് ഒരു കാലിൽ നിന്ന് തപസ് ചെയ്താ പോലും നിന്നെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ
ഇവിടെ നമ്മൾ സംസാരിച്ചത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി, മനസ്സിലായോ? ക്ഷേത്രത്തിൽ പോയ നിന്നെ തൂക്കിയെടുത്തത് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല, നിന്റെ വക്കീല് പോലും. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. ഒറിജിനൽ ഇന്റർഗേഷൻ എന്താണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യം നീ പറഞ്ഞതൊക്കെ സത്യമാണോന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ജ്യോതിയെ കൊണ്ട് അനുസരിപ്പിക്കുക എന്നത് പ്രയാസമാണ് സാർ. അമരാവതി വീടിന്റെ എല്ല എന്ന് ജ്യോതിയാണ്. DKയും ജ്യോതിയും ഒന്നായത് കുടജാദ്രിയിൽ വെച്ച മൂകാംബിക അമ്മയുടെ അനുഗ്രഹമുള്ള ദമ്പതികളാണവർ. അവരെ തമ്മിൽ പിരിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. എന്റെ അമ്മയും മൂകാംബികയുടെ ഭക്തയായിരുന്നു. മകന്റെ വിവാഹം നടന്നു കാണാൻ ആ അമ്മ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് മൂകാംബിക ദേവിയോടാ. എന്റെ അമ്മ തീരുമാനിച്ച വിവാഹമാ DKയും അവളും കൂടെ മുടക്കിയത്. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച എന്റെ അമ്മ മരിച്ചത് ഇവൻ കാരണമാ. DKയുടെ ലൈഫിൽ അവൾ ഇനി അധികകാലം ഉണ്ടാവാൻ പാടില്ല. അവനെ തോൽപ്പിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ. അപ്പോഴെല്ലാം ഞാൻ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അവനെക്കുറിച്ച് ഞാൻ കേട്ടു. സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് DK. അനിയനെയും അമലയും വിദേശത്ത് തന്നെ നിർത്തി അവരെ രക്ഷിച്ചുവെന്ന് അവൻ വിചാരിച്ചു. പക്ഷേ അവരിപ്പോഴും എന്റെ ഗൺ പോയിന്റിൽ തന്നെയാ. അവരെയെല്ലാം ഞാൻ തീർക്കും. പക്ഷേ അത് DKയുടെ തകർച്ചയ്ക്ക് ശേഷമായിരിക്കും. DKയെ തകർക്കാൻ ഇനി എന്താ സാറിന്റെ പ്ലാൻ? അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ എനിക്കിറങ്ങി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് എനിക്ക് മൂർത്തിയുടെ ഹെൽപ്പ് വേണ്ടത്. ഹെൽപ്പോ? അവനെ ഇല്ലാതാക്കാൻ ഞാൻ എന്റെ ജീവൻ വേണമെങ്കിലും തരും. ആ എടോ, അവള് വിചാരിച്ചിരിക്കുന്നത് ഇത് കുട്ടിക്കളിയാണെന്ന. സ്വന്തം ഭർത്താവിന്റെ കഴിവിൽ, ബുദ്ധിയിൽ അമിതമായ ആത്മവിശ്വാസമുണ്ട് അവൾക്ക്. അയാളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അവളുടെ വിശ്വാസം. ആ വിശ്വാസം അതില്ലാതാവണം. സ്വന്തം ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ താൻ ഒഴിഞ്ഞുപോയേ പറ്റൂ എന്ന് അവൾക്ക് ബോധ്യമുണ്ടാവണം. അതിനുള്ളൊരു പ്ലാനാ. പാടോ, ഇരിക്ക്. എന്താടോ ഇത്ര അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു? തന്റെ മുഖം കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താടോ? എടോ, ഞാൻ പറയുന്നത് കേട്ട് താൻ ശോഭിക്കരുത്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുകയും ചെയ്യരുത്. ആദ്യം താൻ കാര്യം പറയും, എന്നിട്ടല്ലേ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. തനിക്കറിയാലോ, കാര്യങ്ങളിപ്പോ എന്റെ കയ്യിലല്ല. പോസ്റ്റിൽ എന്റെ താഴെയാണെങ്കിലും അവരൊരു IPS ഓഫീസറാ. താൻ ആരെക്കുറിച്ച് പറഞ്ഞു വരുന്നത്? ACP അന്ന മേരി ജോണിനെ കുറിച്ച്. അവരാണല്ലോ അവിനാഷ് കേസിലെ എൻക്വയറി ഓഫീസർ. അവർക്കെന്താ പ്രശ്നം? അവർക്ക് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം തനിക്കാ. എന്തു പറ്റി? ഞാനാണ് അവിനാശിനെ കൊന്നതെന്ന് വല്ല കണ്ടുപിടുത്തം നടത്തിയോ? തന്റെ അന്ന മേരി ജോൺ? അതല്ല, ജ്യോതിയെക്കുറിച്ച് അവർക്ക് സംശയം. ജ്യോതിയെക്കുറിച്ചോ? എന്ത് സംശയം? അതൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. നമ്മൾ തമ്മിലുള്ള സൗഹൃദം അറിയാവുന്നത് കൊണ്ടാവും ആദ്യം അവരെന്നോട് ഇക്കാര്യം സംസാരിച്ചത്. എന്ത് കാര്യം? എടോ,
ജ്യോതിയെ ഒന്നുകൂടി ചോദ്യം ചെയ്തേ പറ്റൂന്ന് അവര് പറയുന്നത്. എന്തിന്? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. പറയുന്നത് മുഴുവൻ കേട്ടിട്ടേ ഒരു തീരുമാനം എടുക്കാവൂന്ന്. താൻ എന്തൊക്കെ പറഞ്ഞാലും ജ്യോതിയെ ഇനിയും ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഈ അമരാവതിയെ കയറി ജ്യോതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ധൈര്യമുണ്ടോ തന്റെ ACPക്ക്? എങ്കിലും അതൊന്ന് കാണണമല്ലോ. DK, അവർക്ക് അമരാവതിയിൽ വന്ന് ജ്യോതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തന്റെ സമ്മതം എന്തിനാ? അവരൊരു പോലീസ് ഓഫീസറാ. തന്റെ ഒരു സമ്മതവും അവർക്ക് ആവശ്യമില്ല. ഇതൊരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയാ അവര് പറയുന്നത്. നാണക്കേടോ? എന്ത് നാണക്കേട്? പോലീസും പരിവാരങ്ങളുമായി പത്രക്കാരുടെയും ചാനലുകാരുടെയും സാന്നിധ്യത്തിൽ ഈ വീട്ടിൽ നിന്ന് ജ്യോതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് തനിക്ക് നാണക്കേടല്ലേ? അതൊഴിവാക്കണോ വേണ്ടയോ? അതോ പത്രത്തിലും ചാനലിലും ഒക്കെ ജ്യോതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വാർത്ത തനിക്ക് കാണണോ? അത് സംഭവിക്കാതിരിക്കാനുള്ള സൊല്യൂഷനുമായിട്ടാ ഞാൻ വന്നത്. എന്താ തന്റെ സൊല്യൂഷൻ? ജ്യോതിയെ താൻ തന്നെ ACP ഓഫീസിൽ ഹാജരാക്കണം. മാഡം, ജ്യോതിയും കൊണ്ട് DK വന്നിട്ടുണ്ട്. സംഗതി ഏറ്റു. അവരോട് വരാൻ പറയൂ. ശരി മാഡം. അപ്പൊ വിളിക്കേണ്ടതുപോലെ വിളിച്ച വരേണ്ടവർ ഇതുപോലെ താനേ വരും. വരൂ. ബുദ്ധിമുട്ടായോ DK? നിയമം നടപ്പാക്കാൻ സഹകരിക്കേണ്ടത് ഒരു പൗരൻ എന്ന നിലയിൽ എന്റെ കടമയാണ്. ഓ, പൗരധർമ്മം, അത് നല്ലതാ. മാഡത്തിന് എന്നോട് എന്ത് ചോദിക്കാനുണ്ടെന്ന് കമ്മീഷണർ പറഞ്ഞായിരുന്നു. ധൃതി പിടിക്കല്ലേ ജ്യോതി, ഞാൻ പറയാം. ജ്യോതി ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിലോ? ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാനുണ്ടെന്നും അത് കഴിഞ്ഞാൽ പോകാമെന്നാണല്ലോ കമ്മീഷണർ പറഞ്ഞത്. യെസ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ പോലീസിന്റെ ഒരു രീതിയല്ലേ DK? സ്റ്റേഷനിലേക്ക് സൗഹൃദത്തിൽ വിളിച്ചു വരുത്തിയാലും ചിലപ്പോ അതൊരു അറസ്റ്റായി മാറാം. അത് തന്നെയാ ഇവിടെ സംഭവിച്ചത്. മനസ്സിലായില്ല? പോലീസും പരിവാരങ്ങളുമായി നിങ്ങളുടെ മുറ്റത്ത് വന്ന് ജ്യോതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നാണക്കേടാണെന്ന് കമ്മീഷണർ പറഞ്ഞു. ആ വലിയ നാണക്കേടിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ് ജ്യോതിയെ DK കൊണ്ടുതന്നെ ഇവിടെ എത്തിച്ചത്. ഇനി DK പൊയ്ക്കോളൂ. ചോദ്യം ചെയ്യല് കഴിയുമ്പോ ഞാൻ വിളിപ്പിക്കാം. അപ്പ വന്ന് കൊണ്ടുപോയാ മതി. അത് പറ്റില്ല. ഞാനിവിടെ നിൽക്കാം. ഇത് കഴിഞ്ഞ് ജ്യോതിയുമായി തിരിച്ചു പോയിക്കോളാം. അത് വേണ്ട, നിങ്ങൾ പുറത്ത് നിൽക്കണം. പോണം DK. ഇദ്ദേഹത്തെ പുറത്താക്കി ആ ഡോർ ലോക്ക് ചെയ്യ്. DK, പ്ലീസ് കം. ജ്യോതി, നീ പേടിക്കണ്ട, ഞാൻ പുറത്തുണ്ടാവും. ആ, ജ്യോതി ഇരിക്കേ. DK, നിങ്ങളോട് വെയിറ്റ് ചെയ്യും. ജ്യോതി പേടിക്കണ്ട, ഇതൊക്കെ പോലീസിന്റെ ഒരു രീതിയാ. മൈ സ്വീറ്റ് കണ്ണ, ഇത്രയും നേരമായിട്ട് അവരുടെ ഒരു വിവരവും അറിഞ്ഞിട്ടില്ല. അരുതാത്തൊന്നും സംഭവിച്ചേക്കല്ലേ എന്റെ കണ്ണ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു സാധു എന്റെ ചോദ്യമോള്. അവളൊരാളെ കൊന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? നോ, ഇല്ല ഇല്ല ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. ഞാൻ മദ്യത്തിൽ വിഷം ചേർത്തിട്ടില്ല. നിങ്ങൾ എന്നെ കൊടുക്കാൻ നോക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാവാൻ പോകുന്നേ?
എന്റെ കണ്ണ, എന്റെ ശരീരം തളരുന്നു പോലെ. അയ്യോ ഓ, ആ, അയ്യോ. അമ്മേ, എന്റെ കൃഷ്ണ, അയ്യോ ഒന്നുമില്ല മോളെ. ശരീരം കണ്ടേ തളരുന്ന പോലെ. അയ്യോ അമ്മയ്ക്ക് തളർച്ച പോലെ മക്കളെ. അമ്മേ, ഒരു ചെയർ കൊണ്ടുവാ. അമ്മേ, ഇരിക്കണേ അവിടെ, ഇരിക്കാൻ. താരേ, വെള്ളം എന്തെങ്കിലും വേണോ അമ്മേ? സത്യം സമ്മതിക്കാതെ നീ ഇവിടുന്ന് ജീവനോടെ പുറത്തിറങ്ങില്ല. ഇല്ല, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ സമ്മതിക്കും? നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, വെള്ളം കുടിക്കമ്മേ. മതിയോ? മതി മക്കളെ. അയ്യോ, എങ്ങനെയെങ്കിലും ഇവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. യെസ് മാഡം. എത്ര തവണ ഞാൻ അപേക്ഷിച്ചു നമ്മളെ ദ്രോഹിക്കരുതെന്ന്. കേട്ടോ അയാള്? പിന്നെ എങ്ങനെ ഞാൻ ആ ഏട്ടനെ സ്നേഹിക്കും? ഏട്ടന്റെ ശവം ഏറ്റുവാങ്ങി അടക്കിയതും കർമ്മങ്ങൾ ചെയ്തതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പം കൊണ്ടാ. സത്യത്തിൽ എനിക്കിപ്പോ സംശയം തോന്നുന്നു. എന്ത് സംശയം? ശരിക്കും സൂര്യക്ക് അവിനാശിനും ഇടയിലെ പ്രശ്നം എന്തായിരുന്നു? അത് നമ്മളാരും അന്വേഷിച്ചിട്ടില്ല. താര പറഞ്ഞത് സത്യം തന്നെയാ. സൂര്യ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ച് അവിനാശിനെ കുറ്റപ്പെടുത്തിയെന്നല്ലാതെ സൂര്യ പറഞ്ഞതിലെ സത്യം നമ്മൾ ആരും തേടിയിട്ടില്ല. അന്ന് സൂര്യ ഈ വീടിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട ആ ദീപാവലി ദിവസം അവർക്കിടയിൽ എന്താ സംഭവിച്ചത്? സൂര്യ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് പോലും ഇപ്പൊ നമുക്കറിയില്ല. സൂര്യ ഉപേക്ഷിച്ച് പ്രിയയെ വിവാഹം കഴിക്കാൻ അവിനാശ് തീരുമാനിച്ചത് എന്തുകൊണ്ടാ? അതൊന്നും ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാൻ വായിച്ചു. എല്ലാരും അങ്ങേയറ്റം ദ്രോഹിച്ച് അയാളങ്ങ് പോയി. ഇപ്പൊ അതിന്റെ പേരില് ജ്യോതിക്കും ഡീക്കയ്ക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നല്ലോ എന്ന് എന്റെ സങ്കടം. അമ്മ വിഷമിക്കണ്ട. വിലങ്ങിട്ട് ഈ വീട്ടിൽ നിന്ന് ഒരാളെയും പോലീസുകാരെ കൊണ്ടുപോയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വന്ന ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. ചിത്രേ, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? അമ്മയുടെ മരുമോളായിട്ട് ജ്യോതി ഇന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇതെന്റെ വാക്കാ മോളെ. എന്റെ കൃഷ്ണ, എടി മക്കളെ, അവൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ട് പോയത്? ഇത്രയും ദിവസം ഉള്ളിൽ അടക്കി വെച്ച സങ്കടം അറിയാതെ പുറത്തു വന്നു പോയതാ. അവൾക്ക് അവിനാശിനോട് വലിയ സ്നേഹമായിരുന്നു. എന്നാ നമ്മുടെ കൂടെ അവള് നിന്നിട്ടുള്ളൂ. നമുക്ക് വേണ്ടി അവള് സംസാരിച്ചിട്ടുള്ളൂ. പാവം. എന്റെ കണ്ണ, എല്ലാവരെയും കാത്തോളണേ. എനിക്കിത് പറയാൻ നീയേ ഉള്ളൂ. അവൻ എന്താ പറഞ്ഞത്? ജയപ്രകാശ് ഇപ്പൊ അങ്ങെത്തും. ഡി കെ ആയിട്ട് അവര് തമ്മിൽ സംസാരിച്ചെന്നാ പറഞ്ഞത്. ആ പോലീസുകാരി പെണ്ണുപിള്ള മനഃപൂർവ്വം നമ്മളെ ജയിലിൽ അടയ്ക്കാൻ നോക്കുക. അല്ല എന്താ? ഈശ്വര, ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു പിടിയില്ല. എങ്ങനെ എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കും? ഇനി ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോ ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്തെയും സുധേട്ടാ? അല്ല,
അവളെ ഇന്ന് തന്നെ ജയിലിലടയ്ക്കുവോ? നിന്റെ കരുനാക്കെടുത്തൊന്നും വളക്കില്ലേ ആശാരതെ. എന്തായാലും ജയിലിൽ കയറാനുള്ള യോഗമൊന്നും എന്റെ മകളുടെ ജാതകത്തിലില്ല. ഞാനൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് എന്നെ ഇങ്ങനെ ചാടി കടിക്കാനൊന്നും വരണ്ട. ഇപ്പൊ നിന്റെ ആഗ്രഹം എന്താ? അവള് ജയിലിൽ പോകണമെന്നാണോ? ദൈവദോഷം പറയല്ലേ മനുഷ്യ. അവളെ പെറ്റില്ലെന്നേ ഉള്ളൂ. വളർത്തിയത് ഞാൻ തന്നെയാ. അവൾക്ക് എന്ത് പറ്റിയാലും എനിക്കും വേദനിക്കും. എന്നാലും അവള് ജയിലിൽ പോകുന്നത് എനിക്ക് സന്തോഷമാണെന്ന് ചിന്തിക്കാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്? അല്ലെങ്കിലും രണ്ടാനമ്മ എന്നും പടിക്ക് പുറത്തല്ലേ? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഈശ്വര, എന്റെ ജ്യോതിമോളെ രക്ഷിക്കണേ. സ്റ്റോപ്പ് ഇറ്റ്. ഇത് പറയാനല്ല നിന്നെ ഞാൻ ഈ ജോലി ഏൽപ്പിച്ചത്. അവൾക്ക് ജാമ്യം കിട്ടിയെന്ന് പറയാൻ നാണമില്ല നിനക്ക്? ആ ജഡ്ജിയാ ചതിച്ചത്. അയാൾ അവൾക്ക് ജാമ്യം കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരമില്ല, അടുത്ത കുരുക്കിൽ ഞാൻ അവളെ പൂട്ടും. ഏതവനാണ് ആ ജഡ്ജി? അയാള് ജ്യോതിക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നു. കസ്റ്റഡിയിൽ വിട്ടിരുന്നെങ്കിലേ ആ ACP അവളെ തകർത്ത് തരിപ്പണമാക്കിയനെ. സാരമില്ല സാർ, ഇതിൽ അവൾ ആകെ ഒന്ന് വിറച്ചിട്ടുണ്ട്. DKയുടെ കൂട്ടുകാരായ കളക്ടറും കമ്മീഷണറും ഒന്നിച്ച് ശ്രമിച്ചിട്ടും ജ്യോതിയെ ആ ACP ജഡ്ജിയുടെ മുന്നിൽ വരെ എത്തിച്ചില്ലേ? അതൊരു ചെറിയ കാര്യമല്ല സാർ. ആ ജഡ്ജി അയാൾ ഒറ്റയാളാ എല്ലാം തകർത്തത്. അത് വിട്ടേക്ക് സാർ, ഇനിയും അവസരം കിട്ടും. അടുത്ത തവണ കുറച്ചുകൂടി സ്ട്രോങ് ആയ ഒരു തെളിവുണ്ടാക്കണം. എന്നിട്ട് അവളെ ഇതുപോലെ കസ്റ്റഡിയിൽ വാങ്ങണം. എടോ, അമരാവതിയില് ഇപ്പൊ എല്ലാരും സന്തോഷിക്കായിരിക്കും. സന്തോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. താമസിയാതെ അവള് കരയും. ശത്രുതയുണ്ടായിരുന്നു. അവ മരിക്കാൻ വേണ്ടി പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയൊന്നും ഞാൻ... ഇപ്പൊ ACP പറയുവാ ഞാനാണ് അവിനാശിനെ... അല്ലെന്ന് എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. മുൻകൂട്ടി എന്തൊക്കെയോ തീരുമാനിച്ച പോലെയാ അവരുടെ പെരുമാറ്റം. ചിത്ര, എനിക്ക് വേറെ ആരും വിശ്വസിക്കണ്ട. നീ വിശ്വസിച്ചാ മതി. ജ്യോതി, ഇതൊന്നും എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ആരെങ്കിലും കുറ്റവാളിയാക്കാനോ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ ഒന്നിനും ഞാനില്ല. ഏട്ടന്റെ വിധി ഏട്ടൻ സ്വയം തീരുമാനിച്ചു. അത്രയും ഞാൻ കരുതുന്നുള്ളൂ. പക്ഷെ ജ്യോതി, ഇപ്പോഴും എനിക്കറിയാത്ത ചിലതുണ്ട്. സൂര്യ ഏട്ടനും തമ്മിലുള്ള ബന്ധം എങ്ങനെ തകർന്ന് മരിച്ചിട്ട് ശവം കാണാൻ പോലും അവളൊന്നും